ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് ബീട്രൂട്ട് അച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ്. ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഈ അച്ചാർ നല്ല എരിവും പുളിയും മധുരം ഒക്കെ ഉള്ള ഒരു അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. 1/4 കപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉലുവ, പിന്നെ വറ്റൽമുളക് 2 എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 500 ഗ്രാം ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. ഇനിയിപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായം പൊടി. ഈ പൊടികളുടെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തില്ല, ആ സമയത്ത് വേണമെങ്കിലും പൊടി ചേർക്കാം കേട്ടോ. ഇപ്പൊ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളമാണ് വേണ്ടത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം, എന്നാലേ ഈ ബീട്രൂട്ട് നന്നായി വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത് അടച്ച് വെച്ചൊരു 3 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ ബീട്രൂട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് നേരത്തേക്കും കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഒരു 6 മിനിറ്റ് നേരമൊക്കെ കുക്ക് ചെയ്താൽ മതി. ഒത്തിരി നേരമൊന്നും കുക്ക് ചെയ്യേണ്ട. ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്താണല്ലോ ചേർത്തത്. പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് വന്നോളും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. അപ്പോൾ മധുരത്തിന് വേണ്ടി പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള അച്ചാറാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ശർക്കര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി പഞ്ചസാര നന്നായി ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് അച്ചാറ്. അപ്പോൾ പഞ്ചസാര പൂർണ്ണമായിട്ട് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം അത് ചെയ്യാൻ. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിക്ക് വേണ്ടി വിനാഗിരിയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് വിനാഗിരിയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ പെട്ടെന്നൊന്നും ചീത്തയാവില്ല. നമ്മളിതിപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ 1 മാസം വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഈ വിനാഗിരി നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ വാളൻപുളിയുടെ ജ്യൂസ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ അതിവിടെ നല്ലവണ്ണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകും. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇപ്പം നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ അച്ചാർ തണുത്ത് കഴിഞ്ഞാൽ ഇരിക്കുക. നല്ല ടേസ്റ്റാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി അടച്ച് വെക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിയായ ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പെരുന്നാളിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്